എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026-ലെ 27ാം മത്സരത്തിൽ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദും ചെന്നൈ സൂപ്പർ കിങ്സും നേർക്കുനേർ വന്നപ്പോൾ സ്റ്റേഡിയത്തിലെ ഓരോ കണ്ണുകളും മുടക്കിയിരുന്നത് അഭിഷേക് ശർമ്മയുടെ ബാറ്റിലായിരുന്നു. മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്ന ബാറ്റ്സ്മാനെ പോലെയാണ് അന്ന് അഭിഷേക് കളിക്കളത്തിൽ നിറഞ്ഞാടിയത്. വെറും 22 പന്തുകളിൽ നിന്ന് 59 റൺസ് അടിച്ചുകൂട്ടി CSK ക്യാമ്പിൽ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഭീതി വിതച്ചു. ഗ്രൗണ്ടിന്റെ നാനാഭാഗത്തേക്കും ബൗണ്ടറികളുടെ പെരുമഴ പെയ്യുകയായിരുന്നു. അഭിഷേക് ഒറ്റയ്ക്ക് സ്കോർ 250 കടത്തുമെന്ന് തോന്നിപ്പിച്ച നിമിഷങ്ങൾ. എന്നാൽ മത്സരത്തിന്റെ 8ാം ഓവറിൽ സ്റ്റേഡിയത്തെ ആകെ സ്തംഭിപ്പിച്ച് ക്രിക്കറ്റ് ആരാധകർക്ക് ഇതിഹാസ താരം മഹേന്ദ്ര സിംഗ് ധോണിയെ ഓർമ്മിപ്പിച്ച ഒരു അവിശ്വസനീയ സംഭവം അരങ്ങേറി. അമ്പയർമാരെയും കമന്റേറ്റർമാരെയും ഒരുപോലെ അമ്പരപ്പിച്ചുകൊണ്ട് CSK വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ സ്റ്റംപിന് പിന്നിൽ നിന്ന് ഒരു മാന്ത്രിക DRS എടുത്തു. കളിയുടെ ഗതി തന്നെ മാറ്റിമറിച്ച ആ ചരിത്ര വിക്കറ്റിന്റെയും സഞ്ജുവിന്റെ ആ ധോണി സ്റ്റൈൽ ബുദ്ധിസാമർഥ്യമാണ് നമ്മൾ അവിടെ കണ്ടത്. മത്സരത്തിന്റെ 8ാം ഓവർ പുരോഗമിക്കുന്നു. പന്ത് ജാമി ഓവർടണിന്റെ കൈകളിൽ. 59 റൺസുമായി ക്രീസിൽ നിൽക്കുന്ന അഭിഷേക് ശർമ്മ അന്ന് റെക്കോർഡുകൾ കാറ്റിൽ പറത്തുമെന്ന് ഏവരും കരുതി. ഓവർടൺ ഒരു ടെസ്റ്റ് മാച്ച് ലെങ്തിൽ ഒരു ഹാർഡ് ഡെലിവറി എറിഞ്ഞു. അതിൽ ലെഗ് സൈഡിലേക്ക് മാറി നിന്നുകൊണ്ട് പന്ത് തേർഡ് മാനിലേക്ക് തിരിച്ചുവിടാൻ അഭിഷേക് ശ്രമിച്ചു. എന്നാൽ പന്ത് ബാറ്റിന് തൊട്ടുചേർന്ന് പാഞ്ഞുപോയി സഞ്ജു സാംസന്റെ ഗ്ലൗസിലിൽ ഭദ്രമായി വിശ്രമിച്ചു. ബൌളറുടെ അപ്പീലിൽ അമ്പയർ നോട്ട് ഔട്ട് വിധിച്ചു. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിൽ അഭിഷേക് ശർമ്മ ക്രീസിൽ നിന്നു. എന്നാൽ പന്ത് പിടിച്ച ഉടനെ സഞ്ജു സാംസന്റെ ചുണ്ടുകളിൽ ഒരു ചെറുപുഞ്ചിരി വിടർന്നു. ബാറ്റ്സ്മാൻ ഔട്ടാണെന്ന് ഉറപ്പുള്ളപ്പോൾ ധോണിയുടെ മുഖത്ത് നമ്മൾ എപ്പോഴും കാണാറുള്ള അതേ പുഞ്ചിരി. സഞ്ജുവിന് ആ വിക്കറ്റിൽ അത്രത്തോളം ആത്മവിശ്വാസമുണ്ടായിരുന്നു. അമ്പയറെ നോക്കുക പോലും ചെയ്യാതെ അദ്ദേഹം നേരിട്ട് ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദിന് നേരെ തിരിഞ്ഞ് DRS എടുക്കാൻ ആവശ്യപ്പെട്ടു. സ്റ്റേഡിയം മുഴുവനും, എന്തിനേറെ ബൌളർ ജാമി ഓവർടൺ പോലും ആ നിമിഷത്തിൽ ആശയക്കുഴപ്പത്തിലായിരുന്നു. പക്ഷേ സഞ്ജുവിന്റെ ആത്മവിശ്വാസം അചഞ്ചലമായിരുന്നു. സഞ്ജുവിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഋതുരാജ് DRS ആവശ്യപ്പെട്ടു. തീരുമാനം തേർഡ് അമ്പയറിലേക്ക് പോയി. വലിയ സ്ക്രീനിൽ അൾട്രാ എഡ്ജ് പരിശോധിച്ചപ്പോൾ അവിടെ വളരെ വ്യക്തമായ ഒരു സ്പൈക്ക് തെളിഞ്ഞു കണ്ടു. പന്ത് അഭിഷേക് ശർമ്മയുടെ ബാറ്റിന്റെ പുറം ഭാഗത്ത് ഉരസിയിരുന്നു. സ്ക്രീനിൽ ഔട്ട് സിഗ്നൽ തെളിഞ്ഞ ഉടനെ ജാമി ഓവർടൺ സന്തോഷം കൊണ്ട് അലറി വിളിച്ചു. 22 പന്തിൽ 59 റൺസ് നേടിയ ആ വിനാശകരമായ ഇന്നിംഗ്സിനു ശേഷം അഭിഷേക് ശർമ്മയ്ക്ക് പവലിയനിലേക്ക് മടങ്ങേണ്ടി വന്നു. CSKയെ സംബന്ധിച്ചിടത്തോളം അതൊരു നിർണായക വഴിത്തിരിവായിരുന്നു. അഭിഷേകിന്റെ വിക്കറ്റ് വീണതോടെ ഹൈദരാബാദിന്റെ റൺ റേറ്റിന് പെട്ടെന്ന് ബ്രേക്ക് വീണു. സഞ്ജു സാംസന്റെ ഈ കൃത്യമായ കണക്കുകൂട്ടലും നിർഭയമായ തീരുമാനവും എല്ലാവരെയും ധോണിയുടെ ആ പ്രശസ്തമായ ധോണി റിവ്യൂ സിസ്റ്റം ഓർമ്മിപ്പിച്ചു. അമ്പയറുടെ തീരുമാനം എന്തുതന്നെയായാലും ധോണിയുടെ തീരുമാനമായിരുന്നു എപ്പോഴും അന്തിമസത്യം. മത്സരത്തിനു ശേഷം കമന്റേറ്റർമാരും സഞ്ജുവിന്റെ ഈ ബുദ്ധിസാമർഥ്യത്തെ വാനോളം പുകഴ്ത്തി. അഭിഷേക് ശർമ്മയെ പുറത്താക്കാൻ മികച്ച ബൌളിംഗ് മാത്രം പോരായിരുന്നു. സഞ്ജുവിനെ പോലുള്ള ഒരു തന്ത്രശാലിയായ വിക്കറ്റ് കീപ്പറിന്റെ സാന്നിധ്യം അനിവാര്യമായിരുന്നുവെന്ന് അവർ വിലയിരുത്തി. വളരെ ശാന്തനായി ഋതുരാജിനെ റിവ്യൂ എടുക്കാൻ പ്രേരിപ്പിച്ചതിലൂടെ വിക്കറ്റിന് പിന്നിൽ നിന്ന് അദ്ദേഹം എത്ര സൂക്ഷ്മമായാണ് കളി വായിക്കുന്നത് എന്ന് തെളിയിച്ചു. സഞ്ജു ടീമിന് ഒരു വിക്കറ്റ് നേടിക്കൊടുക്കുക മാത്രമല്ല, മത്സരത്തിൽ നിന്ന് തന്നെ അവരെ പുറത്താക്കിയേക്കാവുന്ന ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്തു. ഇതിനുശേഷം ഹൈദരാബാദ് ബാറ്റ്സ്മാൻമാർ കടുത്ത സമ്മർദ്ദത്തിലായതിനാൽ ഈ വിക്കറ്റ് മത്സരത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റായി മാറി. അപ്പോൾ സുഹൃത്തുക്കളെ, സഞ്ജു സാംസന്റെ ഈ ധോണി സ്റ്റൈൽ റിവ്യൂവിനെയും അഭിഷേക് ശർമ്മയുടെ ആ വിലപ്പെട്ട വിക്കറ്റിനെയും കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു? ക്യാപ്റ്റൻസിയിലും വിക്കറ്റ് കീപ്പിംഗിലും സഞ്ജു ഇപ്പോൾ ധോണിയുടെ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സഞ്ജുവിന്റെ ഈ ഒറ്റ തീരുമാനം ഇന്നത്തെ CSKയുടെ തോൽവിയെ വിജയമാക്കി മാറ്റുന്നതിന് അടിത്തറയിട്ടോ? നിങ്ങളുടെ വിലയേറിയതും സത്യസന്ധമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും പങ്കുവയ്ക്കുക. അതുപോലെ അഭിഷേക് ശർമ്മയുടെ ഈ പ്രകടനത്തിനു ശേഷം അദ്ദേഹത്തിന് ടീം ഇന്ത്യയുടെ T20 ലോകകപ്പ് സ്ക്വാഡിൽ ഉറപ്പായും ഇടം ലഭിക്കേണ്ടതുണ്ടോ? അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.